ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് നിയമസഭയിൽ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷാംഗങ്ങളോട് ഗവർണർ. പ്രതിപക്ഷം ശാന്തരായി സഭയിലിരിക്കുകയോ സഭ വിട്ടുപോവുകയോ ചെയ്യണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നും ഗവർണർ പ്രതിപക്ഷത്തോട് പറഞ്ഞു. അഴിമതി സർക്കാരിന്റെ നയപ്രഖ്യാപനം അവതരിപ്പിക്കുന്നതിൽ നിന്ന് ഗവർണർ പിന്മാറണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. രാവിലെ 9 മണിയോടെ നിയമസഭയിലെത്തിയ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തെ സ്പീക്കറുടെ നേതൃത്വത്തിൽ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് ഗവർണറെ സ്വീകരിച്ചു. പ്ലക്കാർഡും ബാനറുമായി ഇരിപ്പിടങ്ങളിലെത്തിയ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശവും വളരെ വ്യക്തമായിരുന്നു. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് എഴുന്നേറ്റതോടെ നാടകീയമായി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും എഴുന്നേറ്റ് പ്രസംഗം ആരംഭിച്ചു. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിയും ആരംഭിച്ചു. ഇതോടെയാണ് പ്രതിപക്ഷത്തോട് ഇരിക്കുകയോ പുറത്തു പോകുകയോ ചെയ്യണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടത്. താൻ ഭരണഘടനാപരമായ ചുമതലയാണ് നിർവഹിക്കുന്നത്. പ്രതിഷേധം ജനങ്ങളിലെത്തിക്കുകയാണ് വേണ്ടതെന്നും എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നും ഗവർണർ പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. You have conveyed to the public that you are opposing this government. That is enough. You have to allow me to do my constitutional duty. Please, either you sit quiet or you are free to go out. ഇതിനുശേഷം ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം തുടർന്നതോടെ സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷം പുറത്തുപോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.